ഞാനൊരു 9 മാസമൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴുണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക, അപ്പോൾ തന്നെ എപ്പോഴും ബാത്റൂമിൽ പോകണം തോന്നുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കണം. കൂടെ എഴുന്നേൽക്കുമ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ വേദന, അങ്ങനെ ആകെ മൊത്തം അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞുവാവ വന്നു കഴിയുമ്പം കൂടുതൽ സമയം ഉറക്കമായിരിക്കുമല്ലോ, ആ സമയത്ത് എല്ലാ അമ്മമാർക്ക് കിടക്കാം. അപ്പം അങ്ങനെ കിടക്കുമ്പോഴത്തേനും നല്ലോണം റെസ്റ്റ് കിട്ടുമെന്ന്. അപ്പം എത്രയും വേഗം ഒന്ന് കുഞ്ഞുവാവ വരണേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കുഞ്ഞുവാവ വന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നമായിരുന്നു അതെന്ന്. ഈ കുഞ്ഞുവാവ വരുമ്പോഴേ സത്യം പറഞ്ഞുണ്ടല്ലോ, നമുക്ക് ആർക്കും ഒരു ചുക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയോ തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ ഈ 9 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അറിവും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാസ്സോ സെഷനോ ഒന്നും അച്ഛനോ അമ്മയ്ക്കോ തരുന്നില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ എടുക്കണം, കുഞ്ഞുങ്ങൾക്ക് ആദ്യം എങ്ങനെ പാല് കൊടുക്കണം, എങ്ങനെ പിടിച്ചു കൊടുക്കണം, ആദ്യം തന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ എടുക്കേണ്ടത്, കുഞ്ഞിനെ സ്വാഡിൽ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു കോച്ചിങ്ങും നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ പഠിച്ചോണമെന്നാണ്. വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെ അല്ല കേട്ടോ. അവിടെ ഈ കെയർ ഗീവേഴ്സ് ഒന്നും വേറെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ നോക്കാൻ വരുന്ന, കുളിപ്പിക്കാൻ വരുന്ന ചേച്ചി, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ അച്ഛനും അമ്മയും തന്നെ ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാത്ത കാരണം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും നമ്മുടെ വീട്ടിലെ തന്നെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന അറിവുകൾ വെച്ച് അത് പലപ്പോഴും കോൺട്രഡിക്ടറി ആയിരിക്കും. ഒരാൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊരാൾ പറയുന്നത്. പക്ഷെ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കുഞ്ഞും വ്യത്യസ്തമായിരിക്കും, അവരുടെ സ്വഭാവം എല്ലാം വ്യത്യസ്തമായിരിക്കും. ഒരു കുഞ്ഞ് പകൽ മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രി ഉണർന്നിരിക്കുമെന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു അമ്മ പറയാണ് എൻ്റെ കുഞ്ഞ് രാത്രി ഉറങ്ങത്തേ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ കുഞ്ഞൊക്കെ രാത്രി ഉറങ്ങുമായിരുന്നു അങ്ങനെ പറയരുത്. കാരണം എന്താണെന്നറിയാമോ, ഇതെല്ലാം പലതരം സ്വഭാവങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങുന്നതും ഉറങ്ങാതിരിക്കുന്നതും ഒക്കെ ആ കുഞ്ഞിൻ്റെ ആ സമയത്തെ സാഹചര്യങ്ങൾ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ, ഇതുവരെ വന്ന ഒരു പാറ്റേൺ ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു വാവകൾ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ന്യൂ ബോൺ എന്ന് പറയുന്നത് എന്താ, ഈ ജനിച്ച് കഴിഞ്ഞിട്ടൊരു 2-3 മാസം വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യൂ ബോൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫൻറ്റ് എന്ന് പറയാം. ഈ ഇൻഫൻസി സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളോട്? അതില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ ഇവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഇവരുടെ പാറ്റേൺസ് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവർ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ അവർക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും, ഉറങ്ങാൻ വരുമ്പോൾ ഉള്ള അവരുടെ കരച്ചിലൊരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയെല്ലാം പലതരം നമുക്ക് ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാത്രി കുഞ്ഞ് ഉറങ്ങുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ പകൽ ഉറക്കാതിരുത്താൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്. രാത്രി ഉറങ്ങാതിരിക്കുമ്പോഴത്തേനും നമ്മൾ ഒന്നെങ്കിൽ അവരുടെ നാപ്പ് കുറച്ച് അഡ്വാൻസ് ചെയ്ത് നേരത്തെ ആക്കും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അവനെ ഉറക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചിട്ട് രാത്രി കുറച്ച് നേരത്തെ കിടത്തി ഉറക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ന്യൂ ബോൺസിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അവർ പാൽ കുടിക്കുക, ഉറങ്ങുക, മൂത്രമൊഴിക്കുക, അപ്പിടുക, അതൊക്കെ തന്നെ അവരുടെ പരിപാടി. അതുകൊണ്ട് പകൽ സമയത്തെ ഉറക്കം നമുക്ക് തീരെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ഒഴിവാക്കരുത്, അവർക്ക് അത്രയും ഉറക്കം ആവശ്യമാണ്. ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമാണ്, അത് ഞാൻ പറയാം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പകൽ സമയത്തെ ഉറക്കവും രാത്രി സമയത്തെ ഉറക്കവും നന്നായിട്ട് വ്യത്യാസം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. അതായത് പകൽ സമയവും നമ്മൾ ഫുൾ കർട്ടനൊക്കെ ഇട്ട് ഇരുട്ടാക്കി എല്ലാവരും മിണ്ടാതിരുന്ന് അങ്ങനെ ഉറക്കരുത്. പകൽ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രഷർ കുക്കർ ചീറ്റുന്നുണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ തേച്ച് തുണി അലക്കുന്നുണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ വണ്ടി ഓണാക്കുന്ന സൗണ്ട് ഉണ്ടാവും, അങ്ങനെ പലതരം സൗണ്ട് ഉണ്ടാവും. അപ്പം അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെച്ചും അതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഉറങ്ങാനുള്ളൊരു വ്യഗ്രതയിൽ നമ്മൾ അങ്ങനെ കിടത്തരുത്. പകൽ സമയത്ത് ഇത്തരം ശബ്ദങ്ങളിൽ കൂടെ തന്നെ അവർ ഉറങ്ങിക്കോട്ടെ. രാത്രി സമയത്ത് നമ്മൾ അതിൻ്റെ നേരെ കോൺട്രാസ്റ്റായിട്ട് ഇരുട്ട് മങ്ങി കഴിയുമ്പം നമ്മൾ ഉറക്കുമ്പം ഇതുപോലെ നമ്മൾ ലൈറ്റൊക്കെ നല്ലോണം സ്വിച്ച് ഓഫ് ചെയ്ത്, എന്തെങ്കിലും അപ്പുറത്തു നിന്നുള്ള വെട്ടമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡാർക്ക് റൂം ആക്കിയിട്ട് അങ്ങനെ ഉറക്കാൻ നോക്കണം. ആ ഒരു വ്യത്യാസം, പകൽ ഉറക്കത്തിൻ്റെയും രാത്രി ഉറക്കത്തിൻ്റെയും വ്യത്യാസം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഓവറായിട്ട് കുഞ്ഞുങ്ങൾ രാത്രി കരയുന്നുണ്ടെന്ന് വെച്ചോ, രാത്രി ഉറങ്ങുന്നേ ഇല്ല, വല്ലാത്ത കരച്ചിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് കോളിക്കാണോ കുഞ്ഞെന്നുള്ളത്. ഞാൻ കോളിക്ക് എന്താണെന്നുള്ളത് വിശദമായിട്ടൊരു വീഡിയോ എടുക്കാം. പക്ഷെ തൽക്കാലം മനസ്സിലാക്കേണ്ട, നമ്മൾ കുഞ്ഞ് കോളിക്കാണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യണം, നമ്മളത് നോക്കണം, ഡോക്ടറിനെ കാണിക്കണം. ആണെങ്കിൽ ഡോക്ടർ മരുന്ന് തരും, കോളിക്കേടെന്നൊക്കെ പറഞ്ഞ് മരുന്നുണ്ട്, അത് തരും, അത് നമ്മൾ ചെക്ക് ചെയ്യണം. പലപ്പോഴും ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം കുഞ്ഞിന് വയറ്റ് ഗ്യാസ് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ഈ ഗ്യാസ് തട്ടിക്കളയാനൊക്കെ ഇപ്പം നഴ്സുമാരൊക്കെ പഠിപ്പിക്കും. കുഞ്ഞിനെ ഇങ്ങനെ നമ്മുടെ കൈ തണ്ടയിലോ അല്ലെങ്കിൽ തൊടയിലോ ഇങ്ങനെ കിടത്തിയിട്ട്, വയറമങ്ങി കിടത്തിയിട്ട് പാല് കൊടുത്ത് കഴിയുമ്പോഴെല്ലാം നമ്മൾ പുറത്ത് തട്ടിക്കൊടുത്ത് ഒരു ഏമ്പക്കം കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് വരണം. ചിലപ്പോൾ അങ്ങനെ വരാതിരിക്കുമ്പോൾ നമ്മൾ കുറേ നേരം തട്ടി കൊടുക്കേണ്ടേക്ക് വരും. അങ്ങനെ വരാതിരിക്കുമ്പോഴൊക്കെയാണ് വയറിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും ഉറങ്ങാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാവരും മലന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ കുഴപ്പമുണ്ട് കേട്ടോ. അവരെല്ലാവരും ഒന്നും മലന്ന് കിടന്നല്ല ഉറങ്ങുക. ചില കുഞ്ഞുങ്ങൾക്ക് കമന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് ഇഷ്ടം. പക്ഷെ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അവരുടെ മൂക്ക് അമങ്ങാതെ വാ അമങ്ങാതെ ആണ് അത് ചെയ്യുന്നത്. നമ്മൾ അവരെ ഉറപ്പാക്കണം. എൻ്റെ ഇളയ മോള് പീലി കമന്ന് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിഞ്ഞാട്ടോ ഐഡൻറ്റിഫൈ ചെയ്ത്. ഇവളുടെ 28 കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടിയിൽ കിടത്തി നോക്കി. തൊട്ടിൽ സേഫ് അല്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടിലിൽ കിടത്തി നോക്കിയിട്ടും അല്ലാണ്ട് മലത്തി ഇങ്ങനെ തലേണയൊക്കെ വെച്ചിട്ട് കിടത്തി നോക്കിയിട്ടൊന്നും കുഞ്ഞങ്ങനെ ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ സ്വാഡിൽ ചെയ്ത് നോക്കി, അപ്പോഴൊന്നും ഉറങ്ങുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുഞ്ഞ് ഉറങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് പടിയിൽ വന്നിരുന്നിട്ട് ഞാൻ കമത്തി, വയറിന് പ്രശ്നം ഉണ്ടതാണോ എന്നറിയാൻ ആയല്ലോ, കമത്തി ഇങ്ങനെ എൻ്റെ തൊടയിലോട്ട് കിടത്തി കൈ ഇങ്ങനെ വെച്ച് അതിൽ ഇങ്ങനെ തട്ടി കൊടുത്തപ്പോൾ അവളങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇനി കമത്തി കിടത്തിയിട്ടാണോ കുഞ്ഞിന് അങ്ങനെ കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ കമത്തി കിടത്തി ഉറക്കിയ പിന്നെ അവൾ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കത്തേ ഇല്ല. നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ മലത്തിയല്ലേ കണ്ടിട്ടുള്ളൂ. പല ഹോസ്പിറ്റൽസിലും ന്യൂ ബോണിനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കമത്തിക്കൊണ്ട് അമ്മമാരുടെ അടുത്ത് കിടത്തുന്നത് കാണാം. പല വലിയ ഹോസ്പിറ്റൽസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വയറമങ്ങി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അങ്ങ് മാറുകയും കൂടെ ചെയ്യുമ്പോൾ അങ്ങനെ കിടത്തുമ്പം കമത്തി കിടത്തുന്നതാണോ കുഞ്ഞിന് ഇഷ്ടമെന്ന് നമ്മൾ നോക്കണം. വയറ്റിലെ ഗ്യാസ് കളയണം. ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഇങ്ങനെ കോസിയായിട്ട് ഒരു പുതപ്പിനകത്തൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോൾ സ്വാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് മടപടാന്ന് തുടങ്ങിക്കളയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതാണ് ഈ സ്വാഡിലിംഗ് എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് അതായിരിക്കും നല്ലത്. ചില കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടും, ആ ഞെട്ടിയായിരിക്കും ചിലപ്പോൾ അവർ ഉണരുന്നത്. ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് ഈ സ്വാഡിൽ ചെയ്യുന്നതോട് സഹായിക്കും. നമ്മൾ ഗർഭപാത്രത്തിൽ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് കിടക്കുകയല്ലായിരുന്നോ, ആ ഒരു കിടപ്പ് ഓർമ്മിപ്പിക്കുന്ന വിധമാണ് നമ്മൾ സ്വാഡിൽ ചെയ്യുന്നത്. അത് പിന്നെ ഒരു ശീലമായി മാറി പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വലുതായി കഴിയുമ്പോഴും അങ്ങ് സ്വാഡിൽ ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിലായിരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞിന് കംഫർട്ടബിൾ എന്ന് നമ്മളിതിങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അതിന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നോ, ഓരോ കുഞ്ഞും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പലതരം ഓപ്ഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതിലൊന്നാണ് ഈ സ്വാഡ്ലിങ്. അതെങ്ങനെയാണെന്ന് പലതരത്തിൽ സ്വാഡിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും നമുക്ക് സ്വാഡിൽ ചെയ്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ ഉറക്കാൻ നോക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് തൊട്ടിലാണ് കംഫർട്ടബിൾ. തൊട്ടിൽ അപ്പോൾ ഈ ഹൈ റിസ്ക് ആണെന്ന് പറയും. ഈ തുണിയൊക്കെ കുഞ്ഞിൻ്റെ മുഖത്ത് വീഴാനും പിന്നെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അതിൽ നിന്ന് ചാടാൻ തോന്നും. എൻ്റെ മോനൊക്കെ വളരെ ചെറുതായിരിക്കുമ്പം 5-6 മാസമുള്ളപ്പോൾ തന്നെ തൊട്ടിൽ നിന്ന് ഇങ്ങനെ നിരങ്ങി ചാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ തൊട്ടിൽ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കണം. അതൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷന് വിടുകയാണ്. നിങ്ങളത് തീരുമാനിക്കണം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഈ ഉറങ്ങുമ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞിന് കംഫർട്ടബിൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മുതിർന്നവർ നമ്മളോട് പറഞ്ഞു തരും, എപ്പോഴും ഇങ്ങനെ കൂടെ കിടത്തിയും കയ്യിലെടുത്ത് ഉറക്കരുത് കേട്ടോ. അങ്ങനെ ഉറക്കി കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ഒരാൾ വേണ്ടി വരുമെന്ന്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ആ ഒരാൾ വേണം. നമ്മൾ എത്ര അതിനോട് കലഹിച്ചിട്ടും കാര്യമില്ല. ആളുകൾ പറയുന്ന അഡ്വൈസ് നമ്മൾ കേൾക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല. നമ്മളിപ്പം പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കുമായിരുന്നു, ഉറക്കി കിടത്തും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ 1-2 പേരൊക്കെയല്ലേ ഉള്ളൂ. ഈ കുഞ്ഞിന് ചിലപ്പോൾ നമ്മുടെ ചൂട് വേണമായിരിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് അടുത്ത് കിടത്തിയിട്ട് ചരിച്ചിങ്ങനെ പിടിച്ചിട്ട് ദേഹത്തോട് ചേർത്ത് വെച്ച് തട്ടുന്നതായിരിക്കും അതിന് കംഫർട്ടബിൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടന്നിട്ട് നമ്മുടെ ദേഹത്ത് കമത്തി കിടത്തുന്നതായിരിക്കും കംഫർട്ടബിൾ. അല്ലെങ്കിൽ നമ്മളൊരു ആം ചെയറിൽ ഒരു ചാരുകസേരയിൽ ഇരുന്നിട്ട് നമ്മുടെ തോളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് തട്ടിക്കൊടുക്കുമ്പോഴായിരിക്കും കുഞ്ഞ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങുന്ന കുഞ്ഞിനെ ചിലപ്പോൾ കട്ടിലോട്ട് കൊണ്ട് കിടക്കുമ്പോൾ അപ്പോഴേ അവനോളം ഉണരും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അവൻ ആ ഒരു ചൂട് ഉറങ്ങാനായിട്ട് ആ ചൂട് ആവശ്യമാണെന്ന്. നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ ആ ഒരു സ്വഭാവത്തിനോട് കലഹിച്ച് നമ്മുടെ ഉറക്കം കളയേണ്ട ആവശ്യമില്ല. നമുക്കും ഈ കുഞ്ഞിനെ ഇങ്ങനെ ദേഹത്ത് വെച്ചുകൊണ്ട് നമുക്കും വേണേൽ ഒരു ഉറക്കം ഉറങ്ങാം. അതേസമയം അവൻ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കവും പോവും. സോ അതുകൊണ്ട് കുറച്ചൊരു ടച്ചൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുവാവയാണ് നിങ്ങളുടേതെങ്കിൽ അതങ്ങ് കൊടുത്തോ. അല്ലാണ്ട് അവർ നല്ലത് ഉദ്ദേശിച്ചാണ് പറയുന്നത് എല്ലാ കാലവും അത് വേണ്ടി വരുമെന്നൊക്കെ. എന്തായാലും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ കുറച്ച് കാലം വരെയൊക്കെ കിടക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുഞ്ഞാണെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക. ആ കൂടെ നിങ്ങളും കൂടെ ഒരു ഉറക്കം അങ്ങ് ഉറങ്ങുക. അതേ ഇപ്പോൾ പറ്റുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ അമ്മമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറി ഇങ്ങനെ എടുത്ത് ഒരു ഉറക്കം ആ കുഞ്ഞിൻ്റെ കൂടെ അങ്ങ് ഉറങ്ങുക. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കിപ്പം പറയാനുള്ളൂ. എന്നോട് ഉറക്കത്തിൻ്റെ കാര്യം ഒരു ഫ്രണ്ട് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്.
ഒരു കാര്യം ഓർക്കാനുള്ളത്, ന്യൂ ബോണിൻ്റെ ഉറക്കമല്ല ഇൻഫൻറ്റിൻ്റെ ഉറക്കം, ഇൻഫൻറ്റിൻ്റെ ഉറക്കമല്ല ടോഡ്ലറിൻ്റെ ഉറക്കം. ഇതെല്ലാം ഏജ് അനുസരിച്ച് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. 1 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടോഡ്ലർ എന്നാണ് പറയുക. അപ്പം ഇവരുടെയൊക്കെ ഉറക്കം വ്യത്യാസമാണ്. ആ പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മൈൽ സ്റ്റോൺസ് ഓരോന്നും വരുന്നതനുസരിച്ച് കമന്ന് വീഴാറാകുമ്പോഴത്തേനും അത് മാറും, പല്ല് വരുമ്പോൾ അത് മാറും, ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരു വൺ സൊല്യൂഷൻ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഇല്ല. ഒരു പ്രായത്തിലുള്ളതായിരിക്കത്തില്ല അടുത്ത പ്രായത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഉറക്കാൻ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ എന്താണ് ആ കുഞ്ഞിൻ്റെ ശീലമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും, നിങ്ങൾക്കേ പറ്റൂ. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കംഫർട്ടബിൾ സോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കം ഒരു കീറാമുട്ടി ആവാതെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ കഴിയും.